ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കാരുണ്യവഴി ശുശ്രൂഷയുടെ 14-ാമത്തെ ദിവസത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ശുശ്രൂഷയിൽ പ്രത്യേകം നിയോഗം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഷയം പറയാം. ലോകം മുഴുവനും പീഡിപ്പിക്കപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഒരുപാട് നിഷ്കളങ്കരുടെ രക്തം ചരിത്രത്തിൽ പല ആവർത്തി വീണിട്ടുണ്ട്. ആരുടെയൊക്കെയോ ഹിഡൻ താല്പര്യങ്ങൾ യുദ്ധമായി മാറിയപ്പോൾ, അധിനിവേശമായി മാറിയപ്പോൾ ചോര ചിന്തപ്പെട്ട സാധാരണക്കാരുണ്ട്. ഇന്നും അതൊക്കെ ആവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, ലോകത്തിൻ്റെ പല ഭാഗങ്ങൾ ഇപ്പോഴും യുദ്ധഭീതിയിലാണ്. നമ്മൾ ഈ കേരളക്കരയിൽ നമുക്കത് അത്ര അങ്ങോട്ട് മനസ്സിലാകില്ല. കാരണം നമ്മളൊരിക്കലും ഒരു യുദ്ധഭീതിയിൽ ആയിരുന്നിട്ടില്ല. ഇന്ത്യ യുദ്ധം ചെയ്തു, പാകിസ്ഥാനുമായിട്ട് യുദ്ധം, അല്ലെങ്കിൽ കുറച്ചുകൂടെ പുറകോട്ട് പോയ ചൈനയുമായിട്ട് യുദ്ധം എന്നൊക്കെ കേൾക്കുമ്പോഴും നമുക്കറിയാം, നമ്മൾ ഈ താഴെ പാവയ്ക്ക വലുപ്പത്തിൽ കിടക്കുന്നതുകൊണ്ട് നമ്മൾ സേഫാണ്. അവിടെ ആ ഹിമാലയൻ ബോർഡറിലുള്ളവരൊക്കെ പേടിച്ചാൽ മതി. നമുക്ക് ആ യുദ്ധഭീതി ഒരിക്കലും അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. ഇസ്രായേലിലൊക്കെ ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ കുറേ സഹോദരിമാർ ഇസ്രായേലിലൊക്കെ ജോലി നമുക്കറിയാം. അവർക്കൊക്കെ ഒരു പക്ഷേ യുദ്ധഭീതി അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ കുടുംബങ്ങളിൽ പട്ടാളക്കാരായിട്ടുള്ളവർ, അവർ യുദ്ധമുഖത്ത് ആയിരുന്നവരുണ്ടെങ്കിൽ, നമ്മുടെ ബോർഡേഴ്സിൽ വർക്ക് ചെയ്തവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും യുദ്ധഭീതി എന്താണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വി ആർ റാദർ പ്രൊട്ടക്റ്റഡ്. നമുക്കിത് അനുഭവിക്കാൻ പറ്റില്ല. അത് അനുഭവിച്ചാലേ അതിൻ്റെ നൊമ്പരം അറിയൂ. ശരിക്കും ചിന്തിച്ച് നോക്കണം. വി ഷുഡ് ഗെറ്റ് ഇൻ ടു ദെയർ ഷൂസ്. അവരുടെ ആ അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കണം. അവർ പണിത് വച്ചിരിക്കുന്ന കൂരയ്ക്ക് മുകളിലേക്ക് പെട്ടെന്നൊരു ദിവസം നനച്ചിരിക്കാതെ ഒരു ബോംബ് വന്ന് പതിക്കുന്നത്, ഒരു ഷെല്ല് വന്ന് വീഴുന്നത്, നിമിഷാർത്ഥങ്ങൾക്കുള്ളിൽ എല്ലാം നിശേഷം തകർക്കപ്പെട്ടു പോകുന്നത്, ചേതനയറ്റുപോയ കൊച്ചിൻ്റെ ഉടൽ കൺമുമ്പിൽ ചിന്നിച്ചിതറി കിടക്കുന്നത് കാണേണ്ടി വരുന്നത് ഭീകരതയാണിത്. അതുകൊണ്ട് നമ്മുടെ കാലത്ത് ഈ വാളെടുക്കൽ ഏറുമ്പോൾ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. കർത്താവേ, സമാധാനം പുനഃസ്ഥാപിക്കണേ. സമാധാനത്തിന് രാജാവേ, നിൻ്റെ സമാധാനം നീ ലോകത്തിൽ പുനഃസ്ഥാപിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കൊരു സങ്കടം വന്നാലേ പ്രാർത്ഥിക്കൂവെന്ന് വിചാരിക്കരുത് കേട്ടോ. ശരിക്കും നമുക്ക് അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ട് നമ്മുടെ ആത്മീയതയിൽ. നമ്മൾ എന്തായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്ന മുഴുവൻ നമ്മുടെ വീടിൻ്റെ ഇട്ടാവട്ടത്തുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ. അതിനപ്പുറത്ത് എപ്പോഴാണ് നമ്മുടെ കൊച്ചിൻ്റെ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആത്മാർത്ഥതയോടെ ഈ പൊലിയുന്ന ജീവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ നമ്മൾ? ഒരിക്കലും ഇല്ല. നമുക്ക് നമ്മുടെ ആ ചുറ്റുവട്ടം, അത് മാത്രമേ പ്രാർത്ഥനയുടെ വിഷയമാകുന്നുള്ളൂ. അതിന് പുറത്തേക്കും കൂടെ പ്രാർത്ഥിക്കണം നമ്മൾ. അതിന് പുറത്തേക്കും കൂടെ സങ്കടം അനുഭവിക്കുന്ന ഒരുപാട് പേരുടെ പ്രാർത്ഥനകളെ നമ്മൾ അവരോട് ചേർത്ത് ദൈവസന്നിധിയിൽ സമർപ്പിക്കണേ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയവും ഇതിനോട് ചേർന്ന ഒരു വിഷയമാണ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം എടുക്കാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 52-ാം വാക്യം. മത്തായി സുവിശേഷം 26-ാം അധ്യായം 52-ാം വാക്യം. ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ബൈബിൾ എടുത്തെടുത്തുണ്ടല്ലോ, നിങ്ങൾക്കൊരു പ്രത്യേക ഗിഫ്റ്റ് കിട്ടും. എന്നറിയാമോ? പെട്ടെന്ന് ബൈബിൾ എടുക്കാൻ. ചിലർ ബൈബിൾ മറിക്കുന്ന കണ്ടിട്ടുണ്ടോ? നമ്മൾ വെളിപാട് പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം എന്ന് പറഞ്ഞാൽ അവർ ഉൽപ്പത്തി തൊട്ട് മറിച്ചാണ് വരുന്നത്. കൃത്യം എടുക്കാൻ നമുക്ക് പഠിക്കും. അതിങ്ങനെ സ്ഥിരം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്നൊരു ബൈബിൾ, ഒരു വാക്യം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. മത്തായി സുവിശേഷം 26-ാം അധ്യായം 52-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, ഈശോ അവനോട് പറഞ്ഞു, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. പത്രോസിനോട് ഈശോ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു പത്രോസ് ഇന്നലെ കൊണ്ട് തീർന്നെന്ന്. പക്ഷെ എന്ത് ചെയ്യാം, പത്രോസ് പിന്നെയും വന്നിരിക്കുകയാണ്. പത്രോസ് പിന്നെയും കയറി വന്നിട്ടുണ്ട്. കാരണം ഇവിടെ വാളെടുത്തത് പത്രോസാണ്, വേറെ ഓപ്ഷനില്ല നമുക്ക്. പത്രോസിനോട് കർത്താവ് പറയുന്നു, വാളതിൻ്റെ ഉറയിലിടുക, വാളതിൻ്റെ ഉറയിലിടുക. ഇന്ന് നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്നത്, ഈ കാരുണ്യ വഴിയുടെ 14-ാം നാൾ നമ്മളോട് കർത്താവ് ആവശ്യപ്പെടുന്നത് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. വാളതിൻ്റെ ഉറയിലിടുക. വാളതിൻ്റെ നീ എടുത്തു പിടിച്ചിരിക്കുന്ന ആയുധം അതതിൻ്റെ ഉറയിലേക്ക് മാറ്റുക. നമുക്കതിന് അവകാശമില്ല.
എന്തോ സമീപകാലത്ത് നമ്മൾ പതുക്കെ വ്യാഖ്യാനിച്ച് തുടങ്ങിയിട്ടുണ്ട്. വല്ലപ്പോഴും ഒരിക്കൽ അത്യാവശ്യം വന്നാൽ വാളെടുത്താലും തെറ്റില്ല എന്ന രീതിയിലേക്ക് നമ്മുടെ ചിന്തകൾ മെല്ലെ ആയി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിന്തകൾ വഴിതെറ്റി പോകുന്നുവെന്ന് തോന്നുമ്പോൾ ഉടനെ ബൈബിളിലേക്ക് നോക്കിയേക്കണേ. കർത്താവ് പറഞ്ഞതിൻ്റെ അപ്പുറത്ത് നമുക്കൊരു നിയമമില്ല. കർത്താവ് പറഞ്ഞു വാളതിൻ്റെ ഉറയിലിടുക. നമുക്ക് വാളെടുക്കാൻ അവകാശമില്ല, നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ പറയും ഈ കാണുന്ന അനീതിയൊക്കെ എങ്ങനെ പ്രതികരിക്കും? ഒരു ചോദ്യം ചോദിക്കാം, ഒന്ന് പെടയാൻ നമുക്ക് അത്രയൊക്കെ നമുക്ക് പറ്റൂ. നമ്മുടെ ഗുരുവും നാഥനായവൻ, നമ്മുടെ പാദങ്ങൾക്ക് വഴിവിളക്കായി പുസ്തകം, അത്രേ നമ്മളെ അനുവദിക്കുന്നുള്ളൂ. അതിനപ്പുറത്ത് ചെയ്യാൻ നമുക്ക് പറ്റില്ലെന്ന് ഓർക്കണേ. ചിലർ പറയുന്നത്, അച്ചോ കാര്യമുള്ള കാര്യത്തിന് വാളെടുത്താൽ കുഴപ്പമുണ്ടോ? നീതി ലംഘിക്കപ്പെടുമ്പോൾ അതൊരു സീരിയസ് ഇഷ്യൂ ആണല്ലോ. ഒരു വിപ്ലവം ഉണ്ട്, ഒരു ആവേശമുണ്ട്. നീതി ലംഘിക്കപ്പെടുമ്പോൾ വാളെടുത്താൽ തെറ്റുണ്ടോ? നീതി പുനഃസ്ഥാപിക്കാനായിട്ട്, നീതിയുടെ കാവലാളായിട്ട് വാളെടുക്കാൻ മേലെ അങ്ങനെ വാളെടുത്താൽ തെറ്റ് എന്ന് ചോദിക്കുന്നവരുണ്ട്. ഉത്തരം, ചരിത്രത്തിൽ ഇതുപോലെ നീതി വെല്ലുവിളിക്കപ്പെട്ടൊരു മൊമെൻ്റ് ഇല്ലെന്ന് ഓർക്കണേ. ഇതുപോലെ അങ്ങേയറ്റം നിഷ്കളങ്കനായ, പാപമേതുമില്ലാത്ത, ഒരു തരി പോലും കറയില്ലാത്ത ഈശോ തമ്പുരാനെ പടയാളികൾ രാത്രിയിൽ വന്ന് കയ്യാമം വെച്ച് കൊണ്ടുപോകുന്നിടത്തോളം അനീതി ചരിത്രത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ആ അനീതിയുടെ മുഖത്താണ് പത്രോസ് വാളെടുത്തത്. ആ നേരത്താണ് കർത്താവ് പറഞ്ഞത് വാളതിൻ്റെ ഉറയിലിടുക. അപ്പോൾ അനീതിക്ക് പരിഹാരം വാളല്ല, എന്ന് കർത്താവ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഇത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ പറയും, നമ്മളോട് ഇങ്ങോട്ട് കാണിച്ചത് അങ്ങനെയായതുകൊണ്ടല്ലേ ഞാൻ തിരിച്ചൊരു വർത്തമാനം പറഞ്ഞത്, ഞാൻ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും എൻ്റെ നേരെ മെക്കിട്ട് കയറാൻ വന്നത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ പ്രതികരിച്ചത്. അപ്പോഴും നമ്മുടെ നാവ് വാളാകുന്നുണ്ട്. വാളതിൻ്റെ ഉറയിലിടുക എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട വാള് നമ്മുടെ നാവാണ്. വാളതിൻ്റെ ഉറയിലിടുക എന്ന് പറയുമ്പോൾ വാ പൂട്ട് നമുക്ക് അവകാശമില്ല, വാളെടുക്കാൻ നമുക്ക് അവകാശമില്ല. അതുകൊണ്ട് ഈ വാളെടുക്കാനുള്ള ടെൻഡൻസീസ് ഈ മൂന്നായിട്ട് തിരിച്ച് മനസ്സിലാക്കണം. ഒന്നാമത്തത്, വാളെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു ശരിയായ ഒരു ഗുഡ് കോസിന് വേണ്ടിയിട്ട്, ഒരു നല്ല കാരണത്തിന് വേണ്ടിയിട്ട് എനിക്ക് തെരുവിലിറങ്ങാം, എനിക്കല്പം ഒച്ചയൊക്കെ എടുക്കാം, എനിക്ക് 2 മുദ്രാവാക്യമൊക്കെ വിളിക്കാം, എനിക്കൊരല്പം വിപ്ലവമൊക്കെ ആകാം. ഇല്ല, ക്രിസ്ത്യാനിയാണോ? നമുക്കതിന് അവകാശമില്ല. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എനിക്കറിയാം ഒരല്പം ചോരത്തിളപ്പുള്ളവർ നമുക്കൊക്കെ അത് അത്യാവശ്യത്തിനുണ്ട്, മനുഷ്യരല്ലേ. അപ്പോൾ ഒരല്പം ചോരത്തിളപ്പുള്ളവർ ഉടനെ ചിന്തിക്കച്ചാ ഇതാ കുഴപ്പം, നിങ്ങൾ അച്ഛന്മാരിങ്ങനെ പ്രസംഗിക്കുന്നത് കൊണ്ടാ കുഴപ്പം. അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വരുന്നവനൊക്കെ നമ്മളെ കയറി തോണ്ടിയിട്ട് പോവുക. കാരണം നമ്മൾ ഭീരുക്കളാണെന്ന് അവർക്കറിയാം, നമ്മൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് അവർക്കറിയാം. ഓർക്കണേ, ഇത് ഭീരുത്വമല്ല, അത് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നമ്മൾ ആ വായിച്ച ഭാഗം തന്നെ എടുത്തേ. 26-ാം അധ്യായം 52-ാം വാക്യമാണ് ഈശോ പത്രോസിനോട് പറയുന്നത് വാളതിൻ്റെ ഉറയിലിടുക. എന്നിട്ട് അതിൻ്റെ ബാക്കി പത്രോസിനെ ഈശോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നൊരു ഭാഗമുണ്ട്. ശ്രദ്ധിച്ച് കേട്ടെ. 53-ാമത്തെ വാക്യം, എനിക്ക് എൻ്റെ പിതാവിനോട് അപേക്ഷിക്കാൻ കഴിയുകയില്ലെന്നും ഉടൻ തന്നെ അവിടുന്ന് എനിക്ക് തൻ്റെ ദൂതന്മാരുടെ 12-ലേറെ വ്യൂഹങ്ങളെ അയച്ചു തരികയില്ലെന്നും നീ വിചാരിക്കുന്നുവോ? എടാ പത്രോസേ, നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? നിന്റെ ഇത്തിരി പോന്ന വാളുകൊണ്ട് നീ വിപ്ലവം കാണിക്കാൻ നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ ചോദിച്ചാൽ എൻ്റെ പിതാവ് അസംഖ്യം മാലാഖമാരുടെ ഗണത്തിൽ നിന്ന് 12-ലേറെ വ്യൂഹം മാലാഖമാരെ എനിക്ക് വേണ്ടി അയച്ചു തരില്ലെന്ന് നീ വിചാരിക്കുന്നോടാ പത്രോസേ എന്നാ ഈശോ ചോദിച്ചത്. അതായത് എൻ്റെ ശാന്തത എൻ്റെ ബലഹീനതയല്ല. ഇതെപ്പോഴും നമ്മളും തിരിച്ചറിയണം. എൻ്റെ ശാന്തത എൻ്റെ ഭീരുത്വമല്ല. ലോകം അങ്ങനെ വ്യാഖ്യാനിക്കും, നമുക്കതാ പ്രശ്നം. അതായത് നമ്മളുടെ കർണത്തടിച്ചവനോട് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ഉടനെ വന്ന് ചോദിക്കണം, നീ ആണാണോടാ,
ജെൻഡർ ഇനീക്വാലിറ്റി പറയുന്നതല്ല, പൊതുവെ നാട്ടിലെ വർത്തമാനം പറയുക. ഉടനെ നീ ആണാണോടാ, ഇതെൻ്റെ ആണത്വത്തിൻ്റെ വിഷയമല്ലെന്നേ, ഇതെൻ്റെ ആണത്വത്തിൻ്റെ വിഷയമല്ല, ഇതെൻ്റെ സുവിശേഷത്തിൻ്റെ വിഷയമാണ്, ഇതെൻ്റെ കർത്താവ് തമ്പുരാൻ്റെ വിഷയമാണ്. എൻ്റെ ശാന്തത എൻ്റെ ബലഹീനതയല്ലെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അത് തിരിച്ചറിയുമ്പോഴാണ് കുറച്ചുകൂടെ താല്പര്യത്തോടെ ശാന്തതയെ പുൽകാൻ നമ്മൾ പഠിക്കുന്നത്, സമാധാനപ്രിയരാകാൻ നമ്മൾ പഠിക്കുന്നത്. പ്രതികരിച്ചാലേ പറ്റൂ, ഇല്ല, നമുക്ക് അതിന് കാരണം കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. ചിലരുണ്ട്, ഇങ്ങനൊരു കാര്യം സംഭവിച്ചത് കൊണ്ടാണ് ഞാൻ 2 വർത്തമാനം പറഞ്ഞത് കേട്ടോ, ഇങ്ങനൊരു അനീതി, ഇത് എൻ്റെ കൂട്ടുകാരനെ അവൻ കയറി തല്ലി, എൻ്റെ കൂട്ടുകാരനെ അവൻ കയറി തല്ലി, അയ്യോ ഈ ചങ്ക് കൂട്ടുകാര് ബ്രോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കങ്ങോട്ട് ആവേശം തുളച്ച് കയറി നമ്മുടെ പിള്ളേർക്കൊക്കെ. എൻ്റെ കൂട്ടുകാരനെ അവൻ തല്ലി, ഇനി ഞാൻ മുന്നും പിന്നെ നോക്കി ഞാൻ അവനെ തല്ലിയിരിക്കും. ഇതിനേക്കാൾ അടുപ്പമായിരുന്നു പത്രോസിന് ഈശോയോട്. ഈശോ എന്ന് പറഞ്ഞാൽ പത്രോസ് ചാകും. ആ ഈശോയ്ക്ക് കയ്യാൻ വെച്ചപ്പോഴാണ് പത്രോസ് വാളെടുത്തത്. അപ്പോഴാണ് ഈശോ പറഞ്ഞത് വാൾ അതിൻ്റെ ഉറയിലിട്ടതാന്ന് പറഞ്ഞത്. അപ്പോൾ വാളെടുക്കാൻ ഒന്നും ഒരു കാരണമാകുന്നില്ല എന്നോർത്തേക്കണേ. വാളെടുക്കാൻ നമ്മുടെ ചുറ്റും നടക്കുന്ന ഒന്നും നമുക്ക് കാരണമാകുന്നില്ല. രണ്ട് പ്രത്യേകം മനസ്സിലാക്കി വെക്കേണ്ടത്, രണ്ടാമത്തെ പ്രത്യേകം മനസ്സിലാക്കി വെക്കേണ്ടത്, വാൾ എടുക്കാതിരിക്കുന്നത്. നമ്മൾ തന്നെ ചിന്തിക്കണം, ഞാൻ വാൾ എടുക്കാതിരിക്കുന്നത് എൻ്റെ ബലഹീനതയല്ല, മറിച്ച് സുവിശേഷത്തോടുള്ള എൻ്റെ പ്രതിബദ്ധതയാണ്. ഇതെപ്പോഴും മനസ്സിലാക്കണം. ഞാൻ വാളെടുക്കേണ്ട സാഹചര്യങ്ങളിൽ പോലും വാളെടുക്കാത്തത്, തിരിച്ചു 2 ചീത്ത വിളിക്കാൻ എല്ലാ അവകാശവും എനിക്കുണ്ടെന്ന് എല്ലാവർക്കും തോന്നുന്ന നേരങ്ങളിലും ഞാൻ നിശബ്ദത പാലിക്കുന്നത്, മൗനം ഭുജിക്കുന്നത് എൻ്റെ ബലഹീനതയല്ല, എൻ്റെ കർത്താവിൻ്റെ സുവിശേഷത്തോടുള്ള എൻ്റെ പ്രതിബദ്ധതയാണെന്ന് നമ്മളെപ്പോഴും തിരിച്ചറിയണം. ഈ സുവിശേഷം എന്നെ നിർബന്ധിക്കുന്നു. മൂന്നാമത്, വാളെടുക്കരുത്. എന്തുകൊണ്ടെന്നറിയാമോ വാളെടുക്കരുത്? ഇതേ രംഗം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഒന്ന് വായിക്കണേ. അതിനകത്ത് വാളെടുക്കാൻ പാടില്ല എന്നതിൻ്റെ കാരണം, നമ്മളിങ്ങനെ ഈ രീതിയിൽ നമ്മൾ ഈ കാരുണ്യ വഴിയിൽ ഓരോ ദിവസവും ഓരോ ഇൻസിഡൻസ് വെച്ച് ധ്യാനിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു മെച്ചമുള്ളത് ഈ 4 സുവിശേഷങ്ങളിലെ പീഠാനുഭവ രംഗങ്ങൾ നിങ്ങൾ മറിക്കും. അത് നിങ്ങൾ ഇടയ്ക്ക് വായിച്ചൊരുങ്ങും, നല്ലതാണ് കേട്ടോ. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ 4 സുവിശേഷങ്ങളിലെയും പീഠാനുഭവ രംഗങ്ങൾ നിങ്ങളിരുന്ന് ധ്യാനിക്കണം, നിങ്ങളിരുന്ന് വായിക്കണം. ഇതാവശ്യമുണ്ട് നമുക്ക്, അത് ഒരുങ്ങണം. അപ്പോൾ കൂടുതൽ നിങ്ങൾ ഇതിലേക്ക് അടുത്തു നിൽക്കും. യോഹന്നാൻ്റെ സുവിശേഷം എടുക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 11-ാം വാക്യം. യോഹന്നാൻ 18:11. യോഹന്നാൻ 18:11. എന്തുകൊണ്ട് വാളെടുക്കരുത്? നമ്മൾ ഈ വാളിൻ്റെ 3 തലങ്ങളാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത്തത്, എത്ര നല്ല കാര്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞാലും വാളെടുക്കാൻ ക്രിസ്ത്യാനിക്ക് അവകാശമില്ല, വേറെ ഒരാളെ ദ്രോഹിക്കാൻ ക്രിസ്ത്യാനിക്ക് അവകാശമില്ല. രണ്ടാമത്തത് നമ്മൾ എന്താ പറഞ്ഞത്? വാളെടുക്കാതിരിക്കുന്നത് എൻ്റെ ബലഹീനതയാണെന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, അതും നമ്മുടെ ബലമാണ്. എല്ലാവർക്കും വാളെടുക്കാൻ എളുപ്പമാണ്. ഇതാർക്കാ പറ്റാത്ത? ആരെങ്കിലും ഒരു കത്തിയും കൊണ്ട് നടക്കാൻ ആർക്കാ ഇത്ര ബുദ്ധിമുട്ട്? ഇങ്ങോട്ട് ഒരെണ്ണം പറഞ്ഞാൽ തിരിച്ച് പോടാന്ന് പറയാൻ ആർക്കാ ഇത്ര ബുദ്ധിമുട്ട്? അത് സ്വാഭാവിക മനുഷ്യ ത്വരയാണ്, അത് മനുഷ്യൻ്റെ സ്വാഭാവിക ശൈലിയാണ്. ഇങ്ങോട്ടിടാന്ന് വിളിച്ചാൽ തിരിച്ച് പോടാന്ന് പറയാൻ. ഇങ്ങോട്ടിടാ എന്ന് വിളിക്കുമ്പോഴും നിശബ്ദത പാലിക്കാൻ പറ്റുമോ? അവിടെയാണ് നിന്റെ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി. വാളെടുക്കാതിരിക്കുന്നത് ബലഹീനതയല്ല, ബലമാണെന്ന് തിരിച്ചറിയണം. മൂന്നാമത്, എന്തുകൊണ്ട് വാളെടുക്കരുത്? യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 11-ാം വാക്യം. ഈശോ പത്രോസിനോട് പറഞ്ഞു, വാൾ ഉറയിലിടുക. എന്നിട്ട് ബാക്കി, പിതാവ് എനിക്കു നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ? എന്നോട് കണക്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ? പത്രോസേ, എടാ നീ ആ വാൾ ഉറയിലിടുക. വൈ? എന്തുകൊണ്ട്? എൻ്റെ പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? അപ്പം നീ ഒരുപാട് വിപ്ലവം കാണിച്ചാൽ, നീ ഒരുപാട് ഷോ ഇറക്കിയാൽ എന്തു പറ്റും? പിതാവ് എനിക്ക് നൽകിയ പാനപാത്രമാണ് ഈ തട്ടിത്തൂകി പോകാൻ പോകുന്നത്. അതായത് എന്താർത്ഥം? ദൈവഹിതം നടക്കാതെ പോകുമെന്ന്. ക്രിസ്ത്യാനി വാളെടുത്ത്
പ്രശ്നങ്ങളുടെ പരിഹാരം തീർക്കാൻ ഇറങ്ങുമ്പോൾ എന്ത് പറ്റും? ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടാതെ പോകും. ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഇവിടെ വാളെടുത്ത് ഞാൻ പരിഹാരമുണ്ടാക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിന്റെ മുമ്പിലേക്ക് വരുന്ന പ്രശ്നങ്ങൾക്ക് നീ വിചാരിക്കുന്നതിനേക്കാൾ ഉപരിയായ ഒരു ഉത്തരം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ പടയാളികൾ വന്ന് കയ്യാം വെച്ചു കർത്താവിനെ. ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് പത്രോസ് കണ്ടെത്തിയ പരിഹാരം വാളാണ്. പക്ഷെ ദൈവം തമ്പുരാൻ്റെ മനസ്സിൽ ഒരു പരിഹാരമുണ്ട്, ഒരു പദ്ധതിയുണ്ട്. എന്താണത്? ഈ കയ്യാം വെച്ചുകൊണ്ട് പോകുന്നവരുടെ നേതാവ് കുരിശേ കിടക്കുന്ന കർത്താവിനെ നോക്കി പറയും, ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു. കർത്താവിൻ്റെ പദ്ധതിയാണ്. ഈ കയ്യാം വെച്ചുകൊണ്ട് പോയവര് അവര് കാവൽ നിൽക്കുന്ന കല്ലറ തകർത്തിട്ട് അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. കർത്താവിൻ്റെ പദ്ധതിയാണ്. അപ്പൊ ഇപ്പം നീ വാളെടുത്താൽ എന്ത് പറ്റും? കർത്താവിൻ്റെ പദ്ധതി നടക്കാതെ പോകും. ഇതെപ്പോഴും സൂക്ഷിച്ചേക്കണേ. നമ്മളോട് ചെയ്യുന്ന ദുഷ്കൃത്യങ്ങളുടെ പരിഹാരം, അതിൻ്റെ പ്രതികാരം നമ്മൾ ചെയ്യാൻ ഇറങ്ങിയാൽ പിന്നെ ദൈവത്തിന് പ്രവർത്തിക്കാൻ സ്പേസ് ഇല്ലാതായി പോകും. ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടാതെ പോകും. അതുകൊണ്ട് ദൈവത്തിന് വിട്ടുകൊടുക്ക്. അവൻ്റെ പദ്ധതി നടപ്പിലാകട്ടെ. അവൻ്റെ പദ്ധതി നടപ്പിലാകണമെങ്കിൽ വാള് ക്രിസ്ത്യാനി അതിൻ്റെ ഉറയിലിട്ടേ പറ്റൂ. ദൈവവിശ്വാസമുണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന വാള്, അത് വാക്ക്, അത് നമ്മുടെ പ്രിയപ്പെട്ടവരോട് പോലും ഉപയോഗിക്കുന്ന വാക്ക്, നമ്മുടെ ചില നിലപാടുകൾ, നമ്മുടെ ചില പ്രഖ്യാപനങ്ങൾ, നമ്മുടെ ചില സന്നാഹങ്ങൾ, ചില പടക്കോപ്പുകൾ നിർത്ത്. ദൈവത്തിൻ്റെ പദ്ധതി ഒന്ന് വെളിപ്പെട്ടോട്ടെ. ദൈവജനമേ, ഇന്നത്തെ ആരാധനയിൽ കർത്താവിൻ്റെ തിരുമുമ്പാകെ മുട്ടിന്മേൽ നിൽക്കുമ്പോൾ ഉരുകി പ്രാർത്ഥിക്കേണ്ട നിയോഗങ്ങൾ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഒന്നാമത്, ആരൊക്കെയോ വാളെടുത്തതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുന്ന നിഷ്കളങ്കരെ ഓർത്ത് പ്രാർത്ഥിക്കണേ. ആരൊക്കെയോ വാളെടുത്തതിൻ്റെ, ആരുടെയൊക്കെയോ ക്രോധം വാളായി മാറിയതിൻ്റെ ഫലം അനുഭവിക്കുന്ന സാധുക്കളെ ഓർക്കണേ. അവരെന്ത് തെറ്റ് ചെയ്തു? അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. പിന്നെ നമ്മൾ ഇന്ന് ചിന്തിച്ച ഈ 3 മാനങ്ങൾ, ഒരിക്കലും വാളെടുത്തിട്ട് ഒരു നന്മ പുനഃസ്ഥാപിക്കാമെന്ന് വിചാരിക്കരുത്. ഒരിക്കലും വാളെടുത്തിട്ട് വയലൻസ് കൊണ്ട്, കലാപം കൊണ്ട്, വിപ്ലവം കൊണ്ട് ഒരു നന്മ പുനഃസ്ഥാപിക്കാമെന്ന് ക്രിസ്ത്യാനിയെങ്കിലും തെറ്റിദ്ധരിക്കരുത്. രണ്ടാമത്തത്, വാളെടുക്കാത്തത് എൻ്റെ ബലഹീനതയല്ലെന്ന് നമുക്കാദ്യം ബോധ്യമുണ്ടാകണം. വാളെടുക്കാത്തത് എൻ്റെ ബലഹീനതയല്ല. കാരണം ഈ പീലാത്തോസ് വന്നിട്ട് തോണ്ടുക ഈശോയെ, നീ രാജാവാണോ? ഈശോ ഉള്ളിൽ ഊറിച്ചിരിക്കുക, എടാ നീ ആരാ? പീലാത്തോസിനോട് കർത്താവ് ഉള്ളിൽ പറയുന്നുണ്ട്, നീ ആരുവാ? അതുപോലെയാകണം ക്രിസ്ത്യാനി. ഉള്ളിൽ അഭിമാനം, പുറമേ ശാന്തത. നമ്മളെ തോണ്ടാൻ വരുന്നവരോട് പറയണം, നിങ്ങൾക്ക് ഇത്രയും ഇട്ടാവട്ടത്തിൽ അധികാരമേ ഉള്ളൂ. എൻ്റെ കർത്താവിൻ്റെ അധികാരം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിനപ്പുറത്തുള്ള അധികാരം, അതിനപ്പുറത്തുള്ള സൈന്യം കൂട്ടുണ്ട് എനിക്ക്. ആ അഭിമാന ബോധം ക്രിസ്ത്യാനിക്കുണ്ടാകുമ്പോഴാണ് സ്വയം ആയുധമെടുക്കാതെ കർത്താവിൻ്റെ പദ്ധതിക്ക് വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിയുന്നത്. ആ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് കേട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യുദ്ധകാഹളം മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചേരില്ലത്, ക്രിസ്ത്യാനിക്കത് ചേരില്ല. നമ്മൾ സമാധാനപ്രിയരാകണം. 3 കാര്യങ്ങൾ. 1, ഏത് നന്മയ്ക്ക് വേണ്ടിയും വാളെടുക്കാൻ പാടില്ല. 2, വാളെടുക്കാത്തത് എൻ്റെ ബലഹീനതയല്ല, എൻ്റെ ബലമാണ്. 3, വാളെടുക്കുമ്പോൾ ഓർക്കണേ, ഞാൻ തടസ്സം നിൽക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിക്കാണെന്ന് ഓർക്കണേ. ഈ ചിന്തകളോടുകൂടി കർത്താവിൻ്റെ പരിശുദ്ധ സാന്നിധ്യത്തിൻ്റെ മുമ്പാകെ, സമാധാന രാജാവിൻ്റെ മുമ്പാകെ മുട്ടിന്മേൽ നിന്ന് നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി. തൻ്റേതല്ലാത്ത കുറ്റം നിമിത്തം വേദന അനുഭവിക്കുന്ന സാധുക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക. എന്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു, എന്റെ ഭാരം ചുമക്കുന്നവൻ
കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു എൻ്റെ സ്നേഹിതൻ, യേശു എൻ്റെ പ്രാണപ്രിയൻ, യേശു എൻ്റെ സ്നേഹിതൻ, യേശു എൻ്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു മാത്രം മതി. ഈശോയെ, ശാന്തശീലനും സമാധാനപ്രിയനുമായ എൻ്റെ രാജാവേ, നിനക്കാരാധന. കർത്താവേ, കാരുണ്യ വഴിയുടെ 14-ാമത്തെ ദിവസം ദിവ്യകാരുണ്യത്തിന് മുമ്പാകെ ഞങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. ഓരോ ദിവസവും ഓരോ തിരിച്ചറിവുകൾ, ബോധ്യങ്ങൾ നൽകി ഞങ്ങളെ കുറച്ചുകൂടെ നിന്റെ കുരിശോട് അടുപ്പിക്കുന്നതിനെ ഓർത്ത് കർത്താവേ, നിനക്ക് നന്ദി. ഈശോ, ഇന്ന് ഞങ്ങൾ കേട്ടത് പത്രോസിനോട് നീ പറഞ്ഞ ആ വാക്ക്, വാൾ അതിൻ്റെ ഉറയിലിടുക, വാൾ അതിൻ്റെ ഉറയിലിടുക. നിന്നെ പിടിച്ചുകൊണ്ടു പോകാൻ പടയാളികൾ വന്നപ്പോൾ പത്രോസിന് സഹിച്ചിട്ടുണ്ടാകില്ല. വാളെടുത്ത് ശീലമുള്ള കൈയല്ലത്, അത് വലയെറിഞ്ഞ് ശീലിച്ച കൈയാണ്. എന്നിട്ടും അവൻ വാളെടുത്തു വീശി. നിന്നോടുള്ള സ്നേഹത്താൽ തന്നെയാകണം അവനത് ചെയ്തത്. വാളുപയോഗിച്ച് പരിചയമില്ലാത്തത് കൊണ്ട് പടയാളിയുടെ ചെവിയാണ് പത്രോസ് ഛേദിച്ചത്. നീ പറയുന്ന തിരുത്തലാണ് വാളതിൻ്റെ ഉറയിലിടുക. കർത്താവേ, ഇന്ന് ഈ ആരാധനയിൽ, ഇന്നത്തെ കാരുണ്യ വഴി ശുശ്രൂഷയിൽ എളിമയോടെ ഞങ്ങൾ തിരിച്ചറിയട്ടെ, ക്രിസ്ത്യാനിക്ക് വാളെടുക്കാൻ അവകാശമില്ലെന്ന്. ക്രിസ്ത്യാനിക്ക് വാളെടുക്കാൻ എന്തെങ്കിലും അവകാശമുണ്ടായിരുന്നെങ്കിൽ അതെടുക്കാൻ ഏറ്റവും പറ്റിയ ദിവസം തന്നെയാണ് പത്രോസ് വാളെടുത്തത്. അന്നുപോലും നീ വിലക്കി വാളതിൻ്റെ ഉറയിലിടുക. നിഷ്കളങ്കനെ നിയമം പീഡിപ്പിക്കാനായി കയ്യാമം വച്ച ദിവസം വാളെടുത്ത പത്രോസിനെ നീ വിലക്കിയെങ്കിൽ ഇനി ഒരിക്കലും ഞങ്ങൾക്ക് വാളെടുക്കാൻ, യുദ്ധം ചെയ്യാൻ, കലഹം പ്രഖ്യാപിക്കാൻ, ക്രൂരത ചെയ്യാൻ, രക്തം വീഴ്ത്താൻ അവകാശമില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയട്ടെ. കാരണം ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ ദൈവം, എൻ്റെ പൊന്നു കർത്താവേ, നീ മറ്റുള്ളവരുടെ ചോര വീഴിച്ച് രക്ഷ സമ്മാനിച്ചവനല്ല, സ്വന്തം ചോരയൊഴുക്കി ഞങ്ങൾക്ക് വേണ്ടി രക്ഷ വീണ്ടെടുത്ത് നൽകിയവനാണ്. ഈശോയെ, ഞങ്ങളും പലപ്പോഴും ന്യായീകരിക്കുന്നത് വാളിനെ, കലഹത്തെ, യുദ്ധത്തെ ഞങ്ങൾ ന്യായീകരിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് പറഞ്ഞാണ്. ചില നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നത്. ചില നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ നാവ് ഞങ്ങൾ വാളാക്കുന്നത്.
പക്ഷെ പത്രോസ് ചെയ്തിടത്തോളം നല്ല കാര്യം മറ്റൊന്നില്ലല്ലോ. രക്ഷകനും നാഥനുമായവനെ സംരക്ഷിക്കാനല്ലേ പത്രോസ് വാളെടുത്തത്. അവിടെ പോലും നീ പറഞ്ഞു വാളതിൻ്റെ ഉറയിലിടുക. നന്മയ്ക്കായി പോലും തിന്മയുടെ ആയുധമെടുക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ലെന്ന് ഞങ്ങളൊന്ന് തിരിച്ചറിയട്ടെ കർത്താവേ. നന്മയ്ക്കായി പോലും തിന്മയുടെ ആയുധമെടുക്കാൻ ക്രിസ്ത്യാനിക്ക്, നിന്നിൽ വിശ്വസിക്കുന്നവർക്ക് അവകാശമില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയട്ടെ കർത്താവേ. ചിലപ്പോൾ ഞങ്ങൾ വാളെടുത്തു പോകുന്നത് ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങൾ വാളെടുത്തില്ലെങ്കിൽ മറ്റുള്ളവർ ഞങ്ങളെ ഭീരുക്കളെന്ന് ധരിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ്. ആർക്കും തോണ്ടാവുന്നവരായി ഞങ്ങൾ മാറിപ്പോകുമോ എന്ന് പേടിച്ചിട്ട് ഞങ്ങൾ വാളെടുക്കാൻ ശ്രമിക്കുകയാണ്. അവിടെയാണ് കർത്താവേ നീ പത്രോസിന് പറഞ്ഞു കൊടുത്ത ആ വാക്യത്തിൻ്റെ പ്രസക്തി. വാളെടുത്ത പത്രോസിനോട് നീ പറയുന്നത് എനിക്കെൻ്റെ പിതാവിനോട് അപേക്ഷിക്കാൻ കഴിയുകയില്ലെന്നും ഉടൻ തന്നെ അവിടുന്ന് തൻ്റെ ദൂതന്മാരുടെ 12-ലേറെ വ്യൂഹങ്ങളെ അയച്ചു തരികയില്ലെന്നും നീ വിചാരിക്കുന്നുവോ? അതായത് വാളെടുക്കാത്തത് എൻ്റെ ഭീരുത്വം കൊണ്ടല്ല, എൻ്റെ ശക്തി കുറവ് കൊണ്ടല്ല എന്ന് തിരിച്ചറിയാൻ പറ്റണം എനിക്ക്. വാളെടുക്കാത്തത് എൻ്റെ ഗുരുവും നാഥനുമായവൻ എന്നെ അത് പഠിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ട് മാത്രമാണ്. ഈശോയെ, നീ വീണ്ടും പത്രോസിനോട് പറയുന്നുണ്ട്, വാളെടുക്കുമ്പോൾ ദൈവഹിതത്തിന് നീ തടസ്സം നിൽക്കുകയാണ്. ചിലപ്പോഴൊക്കെ ഞങ്ങൾ തിരിച്ചറിയുകയാണ് ഈശോയെ, ചില നേരങ്ങളിൽ വാളെടുത്ത നേരങ്ങളിൽ ഞങ്ങൾ തടസ്സപ്പെടുത്തിയത് തിരുഹിതമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ് തടസ്സപ്പെടുത്തിയത്. ഈശോയെ, ഇങ്ങനെ പല രീതിയിൽ വാളെടുക്കാൻ യുദ്ധം ചെയ്യാൻ പ്രലോഭനങ്ങൾ ഞങ്ങൾക്കുണ്ടാകുന്നുണ്ട്, ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. പൊറുക്കണ ഈശോയെ. ദൈവജനമേ, ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ കരുണക്കൊന്ത ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രതിഷേധിക്കാൻ, ഒരല്പം സമരശൈലിയിൽ പ്രതിഷേധിക്കാൻ, ഒരു യുദ്ധമുന്നണി പോലെ രൂപപ്പെടാൻ ഒക്കെ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കൃപ തരണേ കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ പീഡാസഹനത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വാളതിൻ്റെ ഉറയിലിടാൻ, പക ഉപേക്ഷിക്കാൻ, വെറുപ്പ് ഒഴിവാക്കാൻ ഒക്കെയുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞ് ദൈവത്തിന് മുമ്പാകെ നമുക്ക് കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ മക്കൾക്ക്. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ മക്കൾക്ക്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയൂസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും
പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ
പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും
ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ.
അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ദിവികാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ വാളെടുത്ത് മുറിവേൽപ്പിച്ചവർ, നമ്മുടെ വാൾ പയറ്റുകൊണ്ട് ചെവിയും നാവും കണ്ണും മൂക്കും അഭിമാനവും ചിന്തയും പേരും പെരുമയും ഒക്കെ മുറിഞ്ഞു പോയവർ ഒരുപാടുണ്ട്. അവരെയൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് അനുതപിച്ച്
കർത്താവെ, ഇനിയൊരിക്കലും ഞാൻ വാളെടുത്ത് ആരുടെയും ചോരയും കണ്ണീരും വീഴാൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പാപത്തെ സ്നേഹിക്കാൻ ഞാനിനി പോകില്ല. ദൈവത്തിൽ പൈതല ജീവിക്കും ഞാനിനി. പാപത്തെ സ്നേഹിക്കാൻ ഞാനിനി പോകില്ല. ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതല ജീവിക്കും ഞാനിനി. എന്റെ ഭാരം ചുമക്കുന്നവൻ യേശു എന്നെ നന്നായി അറിയ